2014 മുതൽ തടവിലാക്കിയ എല്ലാ ബന്ദികളുടെയും മോചനം ഉടൻ വേണമെന്ന് ഹമാസിനോട് ഇസ്രായേൽ. 63 പേർ ഗാസയിൽ ഹമാസിന്റെ തടവിൽ കഴിയുന്നുണ്ട്. വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിൽ എല്ലാവരുടെയും മോചനം ഉറപ്പാക്കണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടു. മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ ഇസ്രായേൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചർച്ച ചെയ്തു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, തീർച്ചയായും ഇന്നലെയാണ് ഇത്തരത്തിൽ ബന്ദികളുടെ മോചനം, അവസാനഘട്ട ബന്ദികളുടെ മോചനം നടന്നത്. അവസാനഘട്ട ബന്ദികളുടെ മോചനം 6 പേരുടെ മോചനം നടന്നപ്പോൾ അതിൽ ഒരാളെ നമുക്കറിയാവുന്നതാണ്. ഹിഷാം എന്ന് പറയുന്ന വ്യക്തി 2014 മുതൽ ഇത്തരത്തിൽ തടവിൽ കഴിയുന്ന വ്യക്തിയായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 2014 മുതൽ വിവിധ സംഘർഷങ്ങളിലായി വിവിധ ഇടങ്ങളിലായി ഇത്തരത്തിൽ പിടിച്ചുകൊണ്ടുപോയി പലയിടങ്ങളിലായി താമസിപ്പിക്കുന്ന നിരവധി പേരുണ്ട്. ഇവരുടെ എല്ലാം തന്നെ മോചനം സംബന്ധിച്ച് കൃത്യമായൊരു തീരുമാനമുണ്ടാകണമെന്ന കർശന നിലപാടാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നിലവിലെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം നവംബർ 2023 ഒക്ടോബർ 7 നടന്ന ആ പ്രശ്നത്തെ തുടർന്ന് ബന്ദികളാക്കിയവരിൽ എല്ലാവരെയും വിട്ടുകൊടുത്തിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ചിലരുടെ ഇത് വിട്ടുകൊടുത്തിരിക്കുന്നു. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ നിലനിൽക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന അന്നത്തെ സംഘർഷത്തിൽ പിടികൂടപ്പെട്ടവരെ മുഴുവൻ മോചിപ്പിച്ചു എന്ന് പറയുമ്പോഴും 2014 മുതൽ നിരവധി പേർ അവിടെ കഴിയുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമുണ്ട്. ചിലരെയെല്ലാം തന്നെ അവരുടെ പേരൻസ് എല്ലാം തന്നെ അത്തരത്തിൽ തടവിൽ കഴിയുന്ന കൗമാരക്കാരുടെ രക്ഷിതാക്കളെല്ലാം തന്നെ കർശനമായ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അവരുടെ മുന്നിലൂടെയാണ് ഈ 2023 പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിച്ചത്. അവരെ അവിടെ തന്നെ നിർത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായി എന്നെല്ലാം തന്നെയുള്ള ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മുഴുവൻ ബന്ദികളുടെയും മോചനം, അതായത് 2014 മുതൽ പല ഘട്ടങ്ങളിലായി 1-2 പേരായി പിടികൂടപ്പെട്ട് ചിലരെയൊക്കെ മടക്കി അയച്ചിട്ടുണ്ട്, ചിലരെ മടക്കി അയച്ചിട്ടില്ല. അങ്ങനെ അത്തരത്തിൽ മടക്കി അയക്കാതെ അവിടെ കഴിയുന്ന 63 പേരുടെ കണക്കാണ് പുറത്തു വരുന്നത്. ഇതിൽ പകുതിയോളം പേർ മരിച്ചിരിക്കാം, അതായത് 2014 മുതലുള്ള കണക്കാണ് ഇസ്രായേൽ പുറത്തുവിടുന്നത്. പകുതിയോളം പേർ മരിച്ചിരിക്കാം എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അവിടെയുള്ള ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ മോചനം ഉടൻ ഉണ്ടാകണം, അല്ലെങ്കിൽ നേരത്തെ ഈ ദീർഘകാല 10 വർഷത്തോളമായി അവിടെ തുടരുന്നവരുടെ മോചനം ഉടൻ തന്നെ ഉണ്ടാകണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കർശനമായ നടപടികൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനുവേണ്ടി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ബന്ദികളുടെ മോചനത്തോടൊപ്പം തന്നെ ഇസ്രായേൽ തടവിലാക്കിയ പാലസ്തീൻ യുദ്ധ തടവുകാരെ മോചിപ്പിക്കണമെന്നൊരു കരാറുണ്ട്. അതിലെല്ലാം തന്നെ ഒരു അന്തിമ തീരുമാനമെടുക്കണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകണമെന്ന നിലപാടിലാണ്. ആ നിലപാട് വ്യക്തമാക്കുന്നതിനും അത് സംബന്ധിച്ച തുടർ നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനും അതിന് ഏത് രീതിയിലുള്ള അന്താരാഷ്ട്ര പിന്തുണയാണ് നേടേണ്ടത്, അതുപോലെ തന്നെ സൈനിക നടപടി ആവശ്യമുള്ളതുണ്ടോ എന്നീ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ ക്യാബിനറ്റ് ചേർന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 2-3 മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ക്യാബിനറ്റ് യോഗം ചേർന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർ നടപടികൾ ഇനിയും ഉണ്ടാകുമോ എന്ന് നമ്മൾ കൃത്യം കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതേസമയം മറ്റു അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ, അടുത്ത ശനിയാഴ്ച മുതൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ ആരംഭിക്കുന്നത്, അതിൽ ഈ ബന്ദികളുടെ കൂടി മോചനം സാധ്യമാവുകയും അതിനോടൊപ്പം തന്നെ സൈനിക പിന്മാറ്റം, 2 കാര്യങ്ങളാണ് രണ്ടാം ഘട്ട വെടിനിർത്തലിൽ നടപ്പാവുക. ഇപ്പോൾ അടുത്ത ശനിയാഴ്ച മുതൽ ആരംഭിക്കാനിരിക്കുന്ന രണ്ടാം ഘട്ട വെടിനിർത്തലിൽ സൈനിക പിന്മാറ്റവും അതിനോടൊപ്പം തന്നെ സൈനിക പിന്മാറ്റം എന്ന് പറയുമ്പോൾ ചില മേഖലകളിൽ ഇപ്പോഴും സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കപ്പെട്ടിട്ടുള്ള ഇസ്രായേലിൻ്റെ ഗാസയിലെ സൈനിക സംവിധാനങ്ങളെ ഒരേ സമയം പിൻവലിക്കുകയും സമാനമായി മുഴുവൻ ബന്ദികളുടെ നേരത്തെ ഉണ്ടായിരുന്ന ബന്ദികളുടെ ഉൾപ്പെടെ മോചനം സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് രണ്ടാം ഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ നീക്കം. മൂന്നാം ഘട്ടത്തിൽ സ്വാഭാവികമായും തകർന്നടിഞ്ഞ ഗാസ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുക എന്ന ഒരു നടപടിക്രമവും കൂടിയുണ്ട്. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് ഈ വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകേണ്ടത്. രണ്ടാം ഘട്ടത്തിലേക്ക് അടുത്ത ശനിയാഴ്ച മുതൽ കടക്കാനിരിക്കുന്നു. അടുത്ത ശനിയാഴ്ച മുതൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന കർശന നിലപാടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഗാസയെ ഏറ്റെടുക്കാനുള്ളൊരു തീരുമാനം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. കാര്യങ്ങൾ ആ വഴിക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം തന്നെ, ഈ സൂചനകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.